നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് എൻ്റെ കാലത്ത് ഒരുപാട് കുഴപ്പങ്ങൾ ഈ ഹോസ്പിറ്റൽ രംഗത്തുണ്ടായിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു സഹോദരി മരിക്കാനിടയായി. ബിന്ദു, കോട്ടയത്ത് മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ചുള്ള കെട്ടിടമാണ്. ഇടിഞ്ഞു വീണ് അത് ഒരു സഹോദരി മരിച്ചു. അവരുടെ അവർക്ക് മകൾക്കോ മകനോ ഒക്കെ ജോലി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ രീതിയിൽ അതങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു. അതിൽ ഒരെണ്ണം അത് ഇതുപോലെ തുടങ്ങിയിട്ട് ആളുകളെ ശസ്ത്രക്രിയ നടത്തിയിട്ട് വയറ്റിനകത്ത് കത്രിക വെച്ച് കുത്തിക്കെട്ടും. എന്നിട്ട് കത്രിക എന്ന് വെച്ചു എന്നുള്ളതിനെക്കുറിച്ചാണ്. പണ്ട് ഇവർക്കൊരു സർജറി നടത്തിയിട്ടുണ്ട് പറയുന്ന. അപ്പോൾ ആ സമയത്താണോ അതോ ഇപ്പോഴാണോ എന്നുള്ളത് അറിയാൻ വയ്യ. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അന്ന് അറിയാൻ വയ്യായിരുന്നു. ആ രീതിയിലൊക്കെ പോയി. അപ്പോൾ അത് കഴിഞ്ഞ് അതേപോലെ തന്നെ വേറെ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക്, അതായത് ഒരു 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 വയർ ഇതിൻ്റെ ഈ ഇതിൽ കൂടെ ഇടണമല്ലോ, ഒരു ബ്ലഡ് വെസലിലൂടെ ഒരു വയർ ഇടണം. അത് അവിടെ ഇട്ടിരുത്, അവിടെ മറന്നുപോയി. അവസാനം അതങ്ങ് മുറിവി, അത് വല്ലാതായി, അത് എടുക്കാൻ ഒക്കത്തില്ല ഇപ്പോൾ. അങ്ങനെ അത് അവർ വളരെ കഷ്ടപ്പെടുകയാണ്, വളരെ. അപ്പോൾ ഇതുപോലുള്ള ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ എല്ലാം എന്തെന്നറിയാം. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ. അതൊരാൾ പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നു അന്ന്. എല്ലാം ഒറ്റപ്പെട്ടതാണ്. എന്തു വലിയ കുഴപ്പമുണ്ടായാലും അന്ന് അത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നു, അല്ലാതെ എപ്പോഴും ഉള്ളതല്ല. അങ്ങ് ഒറ്റപ്പെട്ട സംഭവങ്ങൾ അങ്ങ് ഉണ്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു ആശുപത്രികളിൽ. അതുണ്ടായി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഈ ഭരണം പോകുന്ന പോക്കിൽ കുറേ പണം പലയിടത്തുനിന്നും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നേക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരൻ പുറത്തുവിട്ടു. അദ്ദേഹം ഒരു പരാതി അതിനകത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കൊടുക്കുകയും ചെയ്തു. അത് എഴുതി ഒരു റിപ്പോർട്ട് കൊടുത്തു. ഇതുപോലെ ഒരു വിജിലൻസ് അന്വേഷണം ഇത് നടത്തണം, പോലീസിൻ്റെ അന്വേഷണം നടത്തണം, കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. എന്തോ കാര്യം എന്നറിയാമോ? ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി പല ആശുപത്രികളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഉണ്ട്. അത് മറ്റ് ഗവൺമെൻറ് ജില്ലാ ആശുപത്രികളിലൊക്കെ ഉള്ളതാണ്. ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി എന്ന് പറയുന്നതിനകത്ത് ഇതുപോലെ രാഷ്ട്രീയക്കാരെയൊക്കെ പിടിച്ചിരുത്താറുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അവരവിടെ അങ്ങ് ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ വെളിയിൽ വന്നിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി അവരുടെ കയ്യിൽ നിന്ന് അവരുടെ അതിലുണ്ടായിരുന്ന ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, കമ്മിറ്റിയല്ല സൊസൈറ്റിയാണ്, ഇങ്ങനൊരു സൊസൈറ്റി ഇതാണ് രൂപീകരിച്ചേക്കുന്നത്. എല്ലായിടും ഉള്ളതാണത്. ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ അക്കൗണ്ടിൽ അതിൽ നിന്ന് നഷ്ടപ്പെട്ടേക്കുന്ന 46 ലക്ഷം രൂപയാണ്. 46 ലക്ഷം രൂപ ഈ പാവങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിന് അവിടെ യഥാർത്ഥത്തിൽ കിടക്കാൻ സ്ഥലമില്ല. രോഗിയെ കൊണ്ടുപോകാൻ ഞാൻ ചെന്ന് നോക്കത്തില്ല, കാരണം അവിടെ എവിടെയെങ്കിലും കട്ടിലിൻ്റെ കീഴിലെങ്ങാണ് ഇട്ടേക്കും. ഇങ്ങനെ രോഗി അവിടെ കിടപ്പുണ്ടോയെന്ന് അറിയത്തില്ല. ആ രീതിയിലുള്ളതായിരുന്നു. ഇപ്പോൾ അതിൻ്റെ സാഹചര്യങ്ങൾ മാറുന്നുണ്ട്, വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഒരു മന്ത്രി, ഇപ്പോൾ കഴിവുള്ള ഒരാൾ വന്നിട്ട് അത് നേരെ ചൊവ്വേ അത് നോക്കാൻ തയ്യാറായപ്പോൾ അവിടെ ഈ പ്രശ്നങ്ങൾ കുറയുകയാണ്. അത് കുറയും. ഇപ്പോൾ തന്നെ അവിടെ ഈ കട്ടിലില്ലാതെ കിടക്കുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ പുനേനാർ കോട്ടയിൽ അവിടെ ഒരു 100 ബെഡ് അവിടെ ശരിയാക്കി. അതായത് ഇവിടെ ബെഡില്ലാതെ കിടക്കുന്ന രോഗികളെ കൊണ്ട് കിടത്താനായിട്ട് അവർക്ക് അവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. പുനേനാർ ഹോസ്പിറ്റലാണ്, ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ് ഉണ്ടായി. ഇത് ഒരു വളരെ അതാ ഞാൻ പറഞ്ഞു, ഒരു വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. അതായത് ഒരു കാര്യം ചെയ്യണം എന്ന് ഒരു താല്പര്യം ഉണ്ടെങ്കിൽ, അമിത താല്പര്യം അതിലുണ്ടെങ്കിൽ, അതായത് അതിയായ താല്പര്യം ഉണ്ടെങ്കിൽ, ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അതിനൊരു വഴി തെളിയും എന്നുള്ളൊരു ചൊല്ലാണ് ഞാൻ ഈ പറഞ്ഞത്. വേർ ദർ ഈസ് എ വേ വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. ഒരു മാർഗം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ ശരിയായി വരുന്നുണ്ട്. പ്രശ്നങ്ങൾ കുറയുന്നുണ്ട്. മറ്റേത് നമുക്ക് ദിനംതോറും ഇതെല്ലാം കേൾക്കാനുള്ളേ. പിന്നെ ചിലപ്പം ഈ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിൻ്റെ പലപ്പോഴും വീഴ്ച കൊണ്ടൊക്കെ ഓരോ അപകടങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്, ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട്. അതും ഒക്കെ ഇവിടെ യഥാർത്ഥത്തിൽ
ശ്രീ കെ മുരളീധരൻ ഇതൊക്കെ നടപടിയെടുക്കുന്നുണ്ട്. അത് നടപടി ഉണ്ട് എന്ന് കാണുമ്പോൾ ഒരു ഭയമുണ്ടാവും. അല്ലെങ്കിൽ അതുപോലെ തോന്നിവാസങ്ങൾ അന്നേരം കുറയും. അങ്ങനെ കുറഞ്ഞാൽ മാത്രമേ ഈ സിസ്റ്റം മുമ്പോട്ട് പോകും. മറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. സിസ്റ്റത്തിൻ്റെ തകരാറ് എന്ത് പറഞ്ഞാലും പറയും അത് സിസ്റ്റത്തിന് അത് സിസ്റ്റത്തിൻ്റെ തകരാറാണെന്ന് പറയും. ഒരു ഡോക്ടർ തിരുവനന്തപുരത്ത് തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ അവിടുത്തെ പോരായ്മകളും അവിടെ മരുന്നില്ലാത്തതും അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സ് ഇല്ലാതെ സർജറി നടത്തണം, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ശരിയാണ്. ജനങ്ങൾ അതുപോലെ അക്സെപ്റ്റ് ചെയ്താൽ, കാരണം അദ്ദേഹം ശരിയായ കാര്യങ്ങളാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്, കൊള്ളാവുന്ന കുറച്ച്. അതൊരു രജത രേഖയാണ്, ഒരു വെള്ളി രേഖയാണത് അങ്ങനെയുള്ളവർ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ലോകം തന്നെ ഇടിഞ്ഞു വീഴാത്തത്, ആകാശം ഇടിഞ്ഞു വീഴാത്തത് എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഹാരിസ് ചിറക്കൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്നിട്ട് അദ്ദേഹത്തിനെ കള്ളനാക്കാൻ ശ്രമിച്ചു അന്ന്. കാരണം എന്താ, സിസ്റ്റം എന്ത് പറഞ്ഞാലും സിസ്റ്റമാണ്, അതായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേര് വലിയ നടപടി എടുത്തു. അദ്ദേഹത്തിനെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും താക്കിയതുണ്ട്, ഇതെല്ലാം ആയിരുന്നു. അപ്പോൾ ഏതായാലും അതൊക്കെ മാറി അദ്ദേഹം ഒരു നല്ല രീതിയിൽ ആരോഗ്യ വകുപ്പുമായിട്ട് ഒത്തുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഏതായാലും അതൊരു നല്ല കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇതിലേക്ക് ഈ പറഞ്ഞ ഇപ്പോൾ ശ്രീ കെ മുരളീധരൻ്റെ ഇപ്പോഴത്തെ ഈ ആവശ്യമുണ്ടല്ലോ, ഈ കംപ്ലൈൻറ്റ്, അത് ആഭ്യന്തര വകുപ്പ് മന്ത്രി ശരിയായിട്ടൊന്ന് പരിശോധിച്ച് അതിന് തക്കതായ നടപടിയെടുക്കണം. കാരണം ഇതിൽ കാരണം ഇത്രയും പാവപ്പെട്ട ആളുകളാണ് അവിടെ വരുന്നത്. കൂടുതലും ഒരു 80% ആളുകളും വളരെ പാവപ്പെട്ട ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളാണ് മെഡിക്കൽ കോളേജിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നവരൊക്കെ ഉണ്ടല്ലോ, അവരുടെ പൈസ കൊണ്ടുപോയി തിന്നുന്നവനെ എന്ത് ചെയ്താൽ പറ്റും? അതെടുത്തുകൊണ്ട് പോയി തിന്നാൻ പോകുന്നവരെ എന്ത് ചെയ്താൽ പറ്റും? ഇവനൊക്കെ പുഴുത്തിയാവത്തില്ലേ ഇതെടുത്ത് തിന്നാൻ പോകുമ്പോൾ? അങ്ങനെ 46 ലക്ഷം രൂപ കാണാനില്ലാത്തത്. അപ്പോൾ ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഈ പല പണങ്ങൾ അവിടെ വന്നേക്കുന്ന വരവ്, അതൊന്നും പലതും വരവ് വെച്ചിട്ടില്ല, അതാണ് കാര്യം. പിന്നെ തോന്നിവാസം പോലാണ്, ഇതിനൊന്നും വേണ്ട പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ട്സ് ഒന്നുമില്ല. ഇത് ഓഡിറ്റ് റിപ്പോർട്ട് വന്നപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. ഓഡിറ്റർക്ക് നോക്കുമ്പോൾ അതിന് പലതിനും രേഖയില്ല. അങ്ങനെയാണ് ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്തത്. ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് വന്നത് ഈ 46 ലക്ഷം രൂപയുടെ കുറവ്. അത് ഒരു ചില്ലറ തുകയല്ല മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം. ഈ 46 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ എത്രയോ രോഗികളെ രക്ഷപ്പെടുത്താനുള്ള ആവശ്യം മരുന്നുകൾ വാങ്ങാം, മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങാം, അതൊക്കെ വാങ്ങാമായിരുന്നല്ലോ. അതൊക്കെയാണ് എടുത്തുകൊണ്ട് ഉപയോഗിക്കുന്നത്. ഏതായാലും ഇതിനകത്ത് വിജിലൻസ് അന്വേഷണം പ്രോപ്പറായിട്ട് നടത്തി ഇതിൻ്റെ പുറയിലുള്ള കള്ളന്മാരെയൊക്കെ പിടികൂടി അവരെ തക്കതായ ശിക്ഷ അവർക്ക് കൊടുക്കണം. അതാരാന്ന് രാഷ്ട്രീയമൊന്നും അല്ല അതിനകത്ത് കാര്യം, കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്.